ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്, ബനാന റോസ്റ്റ്. ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന പല ബ്രാൻഡുകളും ട്രൈ ചെയ്യാറുണ്ട്. നമ്മളിതിൻ്റെ പ്രൊമോട്ടറൊന്നും അല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് നമുക്ക് തോന്നിയത് വിശ്വാസിൻ്റെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ഒട്ടുമിക്ക ഫ്രോസൺ ഐറ്റംസും. അപ്പോൾ ഇത് ബനാന റോസ്റ്റാണ്. ബനാന റോസ്റ്റിൻ്റെ ഉള്ളിൽ, ബനാനയുടെ ഉള്ളിൽ അവരിങ്ങനെ സ്റ്റഫിങ്സ് വെച്ചിട്ടുണ്ടാകും. എന്താണെന്ന് കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെ തേങ്ങാപ്പീരയും അവലും പിന്നെ നല്ല മധുരമൊക്കെ ഉണ്ടാവും. വേറെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എഴുതിയിട്ടില്ല. അവല്, പിന്നെ തേങ്ങാപ്പീര, ശർക്കര, പിന്നെ എള്ള്, ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ അവർ വെച്ചിരിക്കുന്നത്. നല്ല രുചിയാണ്. നമ്മളിപ്പോൾ പലരുടെയും നമ്മൾ പലതും ട്രൈ ചെയ്തതിൽ നമ്മൾ ഒരു കമ്പനിയുടെ, ഞാൻ പേര് പറയുന്നില്ല, നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ പുറം വെന്തിരുന്നോ അകത്ത് ഒട്ടും വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചു എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വർക്കേഴ്സിനെ മാറ്റി. കുറച്ച് ബംഗാളികളാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് പറ്റിയൊരു പിഴവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അപ്പോളജി ചെയ്തിട്ട് വീട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. വിശ്വാസം നമ്മൾ ഇടയ്ക്ക് മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ വേറെ ബ്രാൻഡുകൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ഈ വെളിയിലുള്ളവരൊക്കെ നമ്മളിങ്ങനെ ഫ്രോസൺ വാങ്ങിച്ചൊക്കെയാണ് ഇടയ്ക്ക് കഴിക്കാറ്. ചില സമയത്ത് അവധിയുള്ളപ്പോൾ മാത്രം നമ്മൾ വീട്ടിലുണ്ടാക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അപ്പോൾ ബൈ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതോടെ പറയട്ടോ. അത് ഞാനിങ്ങനെ മേടിച്ചിട്ട് നമ്മുടെ ഇതിൽ വെച്ച്, നമ്മുടെ എന്താ ഒരു പേര് പറഞ്ഞല്ലോ ജോർജ്, എയർ ഫ്രയറിൽ, സോറി മെൻ്റൽ ബ്ലോക്ക്, എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചൂടാക്കുക. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നല്ല മുരിഞ്ഞിരിക്കും. മൈക്രോവേവിൽ വെച്ചാൽ അതുപോലെ തണുത്തല്ല, ചൂടുണ്ടെങ്കിൽ അത് തളന്നിരിക്കും. പക്ഷേ ഇത് എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നല്ല മുരു വരാതിരിക്കും. അതുകൊണ്ടാണ് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഫ്രോസണായിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ ബൈ.